ഞങ്ങൾക്ക് നബിയെ ഓടി വരാനുള്ളത് അങ്ങയുടെ സമീപത്തേക്ക് തന്നെയല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മുഅ്മിനീങ്ങളെ, മനുഷ്യർക്കും ജിന്നുകൾക്കും പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കൾക്കും നേതാവായി അള്ളാഹു നിശ്ചയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അഫ്ളലുൽ ഖൽഖി എന്നാണല്ലോ മഹാന്മാർ പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നാം തട്ടുതട്ടായി അവരുടെ പദവിയുടെ അടിസ്ഥാനത്തിൽ വച്ചാൽ ഏറ്റവും മുകളിൽ നിൽക്കുക നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങൾ ഒരിക്കൽ തർക്കിക്കുകയാണ്, ആരായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന വിഷയത്തിൽ. അന്നേരം ചില മക്കൾ പറഞ്ഞു, നമ്മുടെ വാപ്പയോടാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ പിതാവിനെയാണല്ലോ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്. അപ്പോൾ മറ്റു ചില മക്കൾ പറഞ്ഞു, അങ്ങനെയല്ല, അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം മലായിക്കത്തിനോടാണ്. അവർ അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ലല്ലോ. ഈ ചർച്ച കേട്ട് ആദം അലൈഹിസ്സലാം അവരിലേക്ക് ഇറങ്ങി വന്നു. ആദം അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഞാനല്ല, മലക്കുകളുമല്ല. പകരം എന്നെ അള്ളാഹു സൃഷ്ടിച്ച ഉടനെ അള്ളാഹുവിൻ്റെ അർശ് പ്രകാശിച്ചിരുന്നു. ആ അർശിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ കണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഫദാലിക അക്രമുൽ ഖൽഖി അലല്ലാഹ്, അവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മനുഷ്യരുടെയും ജിന്നുവർഗങ്ങളുടെയും എല്ലാവരുടെയും നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അറബികൾക്കും അനറബികൾക്കും നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന സയ്യിദു വുൽദി ആദമ യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പേ വന്ന പ്രവാചകന്മാർക്ക് പോലും അന്ത്യനാളിലെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദം സന്തതികളുടെ മുഴുവൻ നേതാവ് അന്ത്യനാളിൽ ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും നേതാവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം അവരാഗ്രഹിച്ചിരുന്നു. സാമീപ്യം നഷ്ടപ്പെടുന്നതിനെ അവർ വേദനയോടുകൂടെ കണ്ടിരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 7 കല്ലുകൾ കയ്യിൽ പിടിച്ചിങ്ങനെ തസ്ബീഹ് ചൊല്ലുകയാണ്. ദിക്ർ ചൊല്ലുമ്പോൾ 7 കല്ലുകളുണ്ട്. ആ 7 കല്ലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ചപ്പോൾ അവ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. ആ കല്ലുകളെടുത്ത് നേരെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു കൊടുത്തു. അവിടെയും ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. തസ്ബീഹ് ചൊല്ലുന്നതിനെ പരിസരത്തുള്ള സ്വഹാബികൾ കേട്ടു. വീണ്ടും ആ കല്ലുകളെടുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വെച്ചു. അവിടെ വെച്ചും ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. ആ കല്ലുകളെടുത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവിടെയും ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ നുബുവത്തിൻ്റെ കാലശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കാനുള്ളവരാണ് ഇവരെന്ന സന്ദേശം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൈമാറി. കല്ലുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം. അവിടുന്ന് ആദ്യ പ്രബോധനം നടത്തി തിരിച്ചു വരുമ്പോൾ കല്ലുകൾ ഇങ്ങനെ വിളിച്ചു പറയുകയായിരുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന്. ഓരോ മരങ്ങളും നടന്നു പോകുന്ന സമയത്ത് സലാം പറഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാനാവും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, മക്കയിലുള്ള ചില കല്ലുകൾ എനിക്ക് പരിചയമുണ്ട്. കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ, ഞാൻ പ്രവാചകനാകുന്നതിൻ്റെ മുമ്പേ ആ കല്ലുകളൊക്കെ എന്നോട് സലാം പറയാറുണ്ടായിരുന്നു. നുബുവത്തിൻ്റെ മുമ്പേ തന്നെ സലാം പറഞ്ഞു തുടങ്ങിയ ധാരാളം കല്ലുകൾ ചരിത്രത്തിലുണ്ട്. ഞാനിപ്പോഴും ആ കല്ലുകളെ കണ്ടാൽ അറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഇഷ്ടമായിരുന്നു മദീനയോട്. അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ഒട്ടകം നിയന്ത്രണ വിധേയമായി നിൽക്കുന്നില്ല എന്ന പരാതിയുമായി ചില സ്വഹാബികൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എവിടെയാണ് ഒട്ടകമുള്ളത്, ഞാൻ അങ്ങോട്ട് പോകാമെന്ന്. പോകുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇന്നാ നഖാഫു സൗലത, ഇന്നാ നഖാഫു അലൈക സൗലത. നബിയെ, ആ ഒട്ടകം പെട്ടെന്ന് എടുത്തു ചാടി വല്ല അക്രമവും കാണിക്കുമോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ഇമാം നസായി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഫലമ്മാ നളറൽ ജമലു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബല നഹ്വഹു ഖർറ സാജിദൻ ബൈന യദൈ. ആ ഒട്ടകം ഇങ്ങനെ ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് സുജൂദ് ചെയ്യുകയാണ്. അന്നേരമാണ് ചില സ്വഹാബത്തൊക്കെ ചോദിച്ചത്, നബിയെ, മൃഗങ്ങൾക്ക് പോലും അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ഒരു അവസരം തന്നൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തുകയാണ് അവിടെ ചെയ്തത്. മറ്റൊരിക്കൽ ഇതുപോലെ തന്നെ ഒരു തോട്ടത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ സാഹിബുൽ ജമൽ, ഈ ഒട്ടകത്തിൻ്റെ മുതലാളി ആരാണ്? അൻസ്വാരികളിൽപ്പെട്ടൊരു സ്വഹാബി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മൃഗങ്ങളെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കാറില്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മൃഗം എന്നോട് പരാതി പറഞ്ഞല്ലോ, ഇന്നഹു ശകാ ഇലയ്യ അന്നക തുജീഉഹു, നിങ്ങൾ ആ ഒട്ടകത്തെ ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നു എന്ന കാര്യം ആ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞല്ലോ. ഒട്ടകത്തിന് അറിയാമായിരുന്നു പ്രതിസന്ധി ഉണ്ടായാൽ ഓടിപ്പോകാൻ പറ്റിയ സ്ഥലം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. മഴയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ഒരു അഅറാബി പാടിയ ബെയ്ത്ത് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ഉണ്ടല്ലോ, വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വഅൈനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി, ഞങ്ങൾക്ക് നബിയെ ഓടി വരാനുള്ളത് അങ്ങയുടെ സമീപത്തേക്ക് തന്നെയല്ലേ, അല്ലെങ്കിലും ജനങ്ങൾക്ക് ഓടിപ്പോകാനുണ്ടാവുക പ്രവാചകന്മാരുടെ സമീപത്തേക്ക് തന്നെയാണല്ലോ എന്ന് ഒരാൾ പാടിയ സംഭവം ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ കാണാനാകും. ഏത് സാഹചര്യത്തിലും നമ്മുടെ അവലംബവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ നേതാവും ദുനിയാവിലും ആഖിറത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. നാം ജനിക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് വേണ്ടി ദുആ ചെയ്തു. നാം തെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്തു. നമ്മുടെ ഹിസാബിൻ്റെ മുമ്പേ നമ്മുടെ ഹിസാബ് ലളിതമാകണമെന്ന് ദുആ ചെയ്തു. അവിടുത്തെ ഓരോ നിസ്കാരത്തിലും നാമൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, നാദാ എൻ്റെ മുമ്പ് ചെയ്തതും പിൽക്കാലത്ത് ചെയ്തതും സ്വകാര്യ പരസ്യ ജീവിതത്തിൽ സംഭവിച്ചതുമായ പാപങ്ങളെ പൊറുക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ അറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ എന്നെയും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിരുന്നു. നമുക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. നമ്മുടെ നേതാവ് എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാകണം. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. വലിയ വലിയ ഏത് പ്രതിസന്ധി വന്നാലും നമ്മുടെ പ്രതീക്ഷ നമ്മളല്ല, നമ്മുടെ പ്രതീക്ഷ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.